സെവൻത്ത് സ്റ്റാൻഡേർഡിന്റെ കേരള പാഠാവലിയിലെ ആനുവൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു മോഡലാണ് നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കേട്ടോ. SSCERT കേരള എക്സാം അസസ്മെന്റിന്റെ ഭാഗമായിട്ട് അവർ പബ്ലിഷ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഇത്. നമുക്കിതൊന്ന് ആൻസർ ചെയ്യാം. ഫസ്റ്റ് വൺ, നമുക്കൊരു പാസേജ് തന്നിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു കേട്ടോ. ചില ടൈമിൽ നമുക്ക് നമ്മുടെ ചാപ്റ്ററിൽ പഠിക്കുന്ന അല്ലെങ്കിൽ ചാപ്റ്ററിൽ പഠിക്കുന്ന ഏതെങ്കിലും പോർഷൻസിനെ തുടർന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കാം. അപ്പോൾ ചിലപ്പോൾ നമുക്ക് വായിക്കാനായിട്ട് ഒരു പാരഗ്രാഫ് തന്നൊന്നും വരില്ല. അപ്പോൾ ചാപ്റ്റേഴ്സ് ഒക്കെ നന്നായി വായിച്ചു വെക്കുക. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് വായിക്കാം, എഴുതാം. പൂമംഗലം ബംഗ്ലാവിന്റെ പടിഞ്ഞാറു വശത്തുള്ള പറമ്പിന്റെ വടക്ക് കിഴക്കേ മൂലയ്ക്കടുത്ത് വെട്ടുകുഴിയിൽ തഴച്ചു വളർന്നു നിൽക്കുന്ന പാഴ്ചെടികളുടെ ഇടയിൽ നിന്ന് അന്തിരശ്മികൾ പിൻവാങ്ങി. ഇരുളിന്റെ സാമ്രാജ്യം ഭൂമിയിലെങ്ങും സ്ഥാപിക്കപ്പെട്ടു. ഭയത്തിൻ്റെതായ ആ സാമ്രാജ്യത്തിന് അവൻ ഏകാഗിയായി. കാലുകൾ ചെളിയിൽ പുതയുന്നു. മാക്രികളുടെ ചീവീടുകളുടെയും ഘോരങ്ങളായ മുദ്രാവാക്യ നിർഘോഷങ്ങൾ അവനെ ഭയപ്പെടുത്തിയില്ല. നേരം പാതിരാത്രി ആയി കാണും. മഴ ചാറുന്നു. ഉറക്കമില്ലാതെ കാറ്റ് മരങ്ങളുടെ തുഞ്ചകളെ പിടിച്ചു കുലുക്കി കുലുക്കി വിനോദിക്കുകയാണ്. ചൊല്ലുവിളിയില്ലാത്ത തെമ്മാടിക്കാറ്റ്. മഴത്തുള്ളികൾ ആ കാറ്റത്ത് തെന്നി തെന്നിയാണ് വീഴുന്നത്. എങ്ങും ഒരു വെളിച്ചം കാണുന്നില്ല. നാട്ടുംപുറത്തെ എല്ലാ വിളക്കുകളും അണഞ്ഞു. എല്ലാവരും നല്ലുറക്കമാണ്. ഒരു കുടയും കുഞ്ഞുപ്പങ്ങളും മുട്ടത്തു ഉറക്കി. അപ്പൊ പാരഗ്രാഫ് നന്നായി വായിച്ചല്ലോ. ഇനി നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അന്തിരശ്മികൾ പിൻവാങ്ങിയപ്പോൾ സംഭവിച്ചത് എന്ത്? ഇരുളിന്റെ സാമ്രാജ്യം സ്ഥാപിക്കപ്പെട്ടു. അതൊക്കെ നമുക്ക് ആ പാരഗ്രാഫിൽ ഉണ്ട് കേട്ടോ. ഇത് ഞാൻ കൂടുതലായി വിശദീകരിക്കുന്നില്ല. ഇനി താഴെ കൊടുത്തവയിൽ ഏത് പ്രസ്താവനയാണ് ശരിയായത്? അവിടെ കുറെ പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. ഭയത്തിന്റെ ആ സാമ്രാജ്യത്തിൽ അവൻ ഏകാഗിയായി. അത് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. ഓക്കെ, നിങ്ങൾക്ക് അത് ഈ ഒരു പാസേജ് തന്നെ വരണമെന്നില്ല, വേറെ പാസേജ് ആയിരിക്കും വരിക. അപ്പൊ നിങ്ങൾക്ക് എന്തിനാണ് ഈ മോഡൽ കാണിക്കുന്നത്? ഇതുപോലെ ക്വസ്റ്റ്യൻസ് വന്നാൽ ഉത്തരങ്ങളൊക്കെ ആ പാരഗ്രാഫിൽ ഉണ്ടായിരിക്കും. വായിച്ച് നന്നായി ആൻസർ ചെയ്യണം എന്നറിയിക്കാൻ. ഇനി അന്തിരശ്മികൾ പിൻവാങ്ങി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? പകൽ മാഞ്ഞുപോയി ഇരുട്ട് വന്നു. തെമ്മാടിക്കാറ്റിന്റെ വിശേഷണം എന്താണ്? അനുസരണയില്ലാത്ത എന്നാണ് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ വിശകലനക്കുറിപ്പാണ്. മഴവും തീയുമായി കഴുകൻ കണ്ണുമായി വരില്ലയോ മർത്യൻ അവിടെയും നാളെ. ഇനി 12 കഴിയുമ്പോൾ വീണ്ടും കിഴക്കൻ മേട്ടിലാ കുറിഞ്ഞി പൂക്കുമോ? കുറിഞ്ഞി പൂക്കൾ സുഗതകുമാരി. അടുത്തൊരു കവിത തന്നിട്ടുണ്ട്. എല്ലാം നശിപ്പിക്കുന്നവർക്ക് വേണ്ടിയല്ല, പ്രകൃതിയെ പൂജിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ മനോഹാരിത. ഭൂമിക്ക് വേണ്ടിയൊരു ലാവണ്യ ദൃശ്യോത്സവം. അപ്പോ ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് ഏതാണ്? ഭൂമിക്ക് വേണ്ടി ഒരു ലാവണ്യ ദൃശ്യോത്സവം എന്നുള്ള ചാപ്റ്റർ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. സുഗതകുമാരിയുടെ വരികളിൽ പറയുന്നതും അതുപോലെ ഭൂമിക്ക് വേണ്ടി ഒരു ലാവണ്യ ദൃശ്യോത്സവം എന്ന ചാപ്റ്ററിൽ പറയുന്നതും സെയിം ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ ആദ്യം നമുക്ക് പഠിക്കാനുള്ള യൂണിറ്റിന്റെ വിശകലനം തരാം. എന്നാലേ നിങ്ങൾക്ക് എന്ത് എഴുതണം എന്നത് മനസ്സിലാവുള്ളൂ. ഇവിടുത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. യൂണിറ്റിലെ ആശയങ്ങളും സുഗതകുമാരി ടീച്ചറിന്റെ കവിതയിലെ ആശയങ്ങളും വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് പഠിക്കാനുള്ളത് ആദ്യം നോക്കാം. അത് കഴിഞ്ഞ് സുഗതകുമാരിയുടെ വരിയിലേക്ക് പോവാട്ടോ. സുഗതകുമാരിയുടെ മുൻമൊഴിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഭൂമിക്ക് വേണ്ടിയൊരു ലാവണ്യ ദൃശ്യോത്സവം എന്ന ഭാഗം പ്രകൃതിയുടെ അതുല്യമായ സൗന്ദര്യം മനോഹരമായി അവതരിപ്പിക്കുന്നു. കിഴക്കൻ മലനിരകളിൽ 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം വിരിയുന്ന കുറിഞ്ഞിപ്പൂക്കളുടെ അപൂർവ ദൃശ്യമാണ് ലേഖിക ലളിതമായ ഭാഷയിൽ വരച്ചു കാട്ടുന്നത്. നീല നിറത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന ഈ പൂക്കൾ മലനിരകളെ ഒരു ഉത്സവവേദിയാക്കി മാറ്റുന്നു. പൂക്കൾ കാറ്റിൽ തലോടുമ്പോൾ തേനീച്ചകളുടെയും വണ്ടുകളുടെയും മൃദുലമായ ശബ്ദങ്ങളും ചിത്രശലഭങ്ങളുടെയും തുമ്പികളുടെയും ചിറകുടക്കലും ചേർന്ന് ഒരു സ്വാഭാവിക സംഗീതം പകരുന്നു. അപ്പൊ ആദ്യം തന്നെ ഈ ഒരു ലേഖനം ആരാണ് എഴുതിയത്, എവിടുന്നാണ് എടുത്തത്, അങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ വിശദീകരിച്ചു. അത് കഴിഞ്ഞ് എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്, അതുപോലെ തന്നെ ഓരോ വരികളും നല്ല രീതിയിൽ മനോഹരമായിട്ടുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക എന്തിനെ കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത്. ഇപ്പൊ പൂക്കൾ കാറ്റിൽ തലോടുന്നുണ്ട്, തേനീച്ച, വണ്ടുകൾ അവരുടെ മൃദുലമായിട്ടുള്ള ശബ്ദങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, ചിത്രശലഭം, തുമ്പികൾ ഇവരുടെ ചിറകടിക്കുന്ന ഒരു ശബ്ദം, അതെല്ലാം കൂടി ഒരു സംഗീതം ഉണ്ടാക്കുക എന്ന് പറയുന്നുണ്ട് കേട്ടോ. പരിസരത്താകമാനം പരക്കുന്ന മണം ഈ കാഴ്ചയ്ക്ക് കൂടുതൽ സൗന്ദര്യം നൽകുന്നു. ഇനി അവിടെ പൂക്കളുടെ ആ ഒരു മണം അവിടെ പരക്കുന്നുണ്ട്. അത് ഈ സൗന്ദര്യത്തിന്റെ ഒപ്പം ഒന്നും കൂടി എന്തു ചെയ്യാണ്, സൗന്ദര്യം കൂട്ടുകയാണ് ചെയ്യുന്നത്. പ്രകൃതിയുടെ ഈ ആഘോഷം വസന്തത്തിന്റെ വരവിനെ ഓർമ്മിപ്പിക്കുന്നത് പോലെ അനുഭവപ്പെടുന്നു. അപ്പോൾ നമുക്കറിയാം പൂക്കളുടെ കാലമാണ് വസന്തകാലം. ആ സമയം വരുമ്പോൾ പ്രകൃതി ഇങ്ങനെ ആഘോഷിക്കുകയാണെന്ന് തോന്നിക്കുകയാണ് നമ്മളിലേക്ക്. കാരണം അവിടെ ശലഭങ്ങൾ ഉണ്ടാവും, പക്ഷികൾ ഉണ്ടായിരിക്കും, പൂമ്പാറ്റകൾ ഉണ്ടായിരിക്കും. അത് തന്നെയാണ് ശലഭങ്ങൾ. പിന്നെ തുമ്പികൾ ഉണ്ടായിരിക്കും. അതൊക്കെ വസന്തകാലം ഓർമ്മിപ്പിക്കുന്നതാണ് കേട്ടോ. എന്നാൽ ഈ ഭംഗി ശാശ്വതമല്ല. അപ്പോ ഇത് എല്ലാ കാലവും നിലനിൽക്കില്ല എന്നാണ് പറയുന്നത്. അതാണ് ശാശ്വതം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പൂക്കൾ പിന്നീട് കൊഴിഞ്ഞു വീഴുകയും ചെടികൾ ഉണങ്ങി നിശബ്ദമാവുകയും ചെയ്യുന്നു. പക്ഷേ അതിനെ ഒരു അവസാനമായി കാണേണ്ടതില്ലെന്ന് ലേഖിക സൂചിപ്പിക്കുന്നു.
മണ്ണിൽ വീണ വിത്തുകൾ വീണ്ടും പുതുജീവിതത്തിനായി കാത്തിരിക്കുന്നു. നാശവും പുതുജന്മവും ഉൾക്കൊള്ളുന്ന പ്രകൃതിയുടെ ശാശ്വത ചക്രമാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താ, അവര് എപ്പോഴും ഇങ്ങനെ ഈ പൂക്കൾ വിരിഞ്ഞു നിൽക്കില്ല. അവര് വാടും, കൊഴിഞ്ഞു വീഴും. പക്ഷെ എന്നാലും കൊഴിഞ്ഞു വീഴുമ്പോഴും അവിടുത്തെ വിത്തുകളിൽ നിന്ന് പുതുജീവൻ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പൊ എല്ലാം നമുക്ക് ശാശ്വതമല്ല. എപ്പോഴും ഇപ്പൊ മനുഷ്യന്റെ ഒരു ജീവിതം എടുത്തു കഴിഞ്ഞാൽ സന്തോഷവും അതുപോലെ സങ്കടവും മാറി മാറി വരും. അതുപോലെ തന്നെ പ്രകൃതിയെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നവർക്കുള്ള ഒരു സമർപ്പണമാണ് ഈ സൗന്ദര്യം എന്ന് ലേഖിക ഓർമ്മപ്പെടുത്തുന്നു. പ്രകൃതിയെ സ്നേഹിക്കുന്ന ആൾക്കാർക്കാണ് പ്രകൃതി എന്ത് കൊടുക്കുന്നത്, പൂക്കളായാലും അല്ലെങ്കിൽ നല്ല നല്ല മണങ്ങളായാലും പല പല നല്ല കാഴ്ചകളായാലും കൊടുക്കുന്നത് പ്രകൃതിയെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് കേട്ടോ. വരും തലമുറകൾക്കും ഈ അത്ഭുത കാഴ്ച അനുഭവിക്കാനാകണമെന്ന സന്ദേശത്തോടെ ഈ ഭാഗം അവസാനിക്കുന്നു. പ്രകൃതിയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണ് ഇത് കൊടുക്കുന്നത്. അപ്പൊ വരും തലമുറ എന്ത് വേണം, അവർക്കും ഇതൊക്കെ അനുഭവിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രകൃതിയെ സംരക്ഷിക്കണം എന്നൊരു ആശയം കൂടി ഇവിടുന്ന് തരുന്നുണ്ട്. അപ്പൊ ആ ചാപ്റ്ററിൽ എന്താണ് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കൂടുതൽ പറയുന്ന പ്രകൃതിയുടെ സൗന്ദര്യത്തെ കുറിച്ചിട്ടാണ്. ആ പ്രകൃതിയെ സൗന്ദര്യം വരും തലമുറയ്ക്ക് കൂടി നമ്മൾ പകർന്നു കൊടുക്കണമെന്ന സന്ദേശം കൂടി നൽകുന്നുണ്ട്. ഇനി കുറിഞ്ഞിപ്പൂക്കൾ എന്നുള്ളത് ആദ്യത്തെ 4 വരികളിൽ പറഞ്ഞത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ വരികളിലൂടെ കവിയത്രി മനുഷ്യന്റെ പ്രകൃതി നാശത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ആശങ്കയാണ് പ്രകടിപ്പിക്കുന്നത്. മനുഷ്യൻ പ്രകൃതി ഏത് വിധേനയും അവിടെ പറയുന്നുണ്ട് മഴുവായിട്ടൊക്കെ വരുന്നു. അപ്പൊ ഇത്രയും നല്ല പ്രകൃതി നമ്മൾ വരും തലമുറയ്ക്ക് കൊടുക്കണമെങ്കിൽ നമ്മൾ അത് സംരക്ഷിക്കണം. അതല്ലാതെ മഴുവായിട്ട് വെട്ടി നശിപ്പിക്കാനല്ല പോകേണ്ടത്. മഴുവും തീയുമായി കഴുകന്റെ കണ്ണുപോലെ ലാഭലോഭ ദൃഷ്ടിയുമായി മനുഷ്യൻ വീണ്ടും പ്രകൃതിയിലേക്ക് കടന്നു വരുമോ എന്ന ഭയം ഇവിടെ ഉയരുന്നു. അപ്പൊ അവിടെ കുറിഞ്ഞിപ്പൂക്കളിൽ പറയുന്നുണ്ട്, കാരണം മനുഷ്യന്റെ ലാഭത്തിന് വേണ്ടിയിട്ട് മനുഷ്യൻ വീണ്ടും മഴുവായിട്ട് വരൂ എന്നുള്ള പേടി അവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ പറയുന്നത് എന്താണ്, മനുഷ്യന്റെ ഇടപെടലും നാശകരമായ പ്രവർത്തനങ്ങളും തുടരുകയാണെങ്കിൽ 12 വർഷങ്ങൾക്ക് ശേഷം കിഴക്കൻ മലനിരകളിൽ കുറിഞ്ഞിപ്പൂക്കൾ വീണ്ടും വിരിയാനാകുമോ എന്ന സംശയമാണ് കവി ഇവിടെ ഉന്നയിക്കുന്നത്. അപ്പോ ഇവിടെ പറയുന്നത് എന്താ, മനുഷ്യൻ ഇങ്ങനെ ഇടപെട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ മനുഷ്യന്റെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി മരങ്ങളായാലും പ്രകൃതിയായാലും നശിപ്പിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ 12 വർഷങ്ങൾക്ക് ശേഷം ഈ കിഴക്കൻ മലനിരകളിൽ കുറിഞ്ഞിപ്പൂക്കൾ ഉണ്ടാവോ എന്ന സംശയമാണ് പ്രകടിപ്പിക്കുന്നത് കേട്ടോ. അതിലൂടെ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയും മനുഷ്യന്റെ ഉത്തരവാദിത്വവും ഈ വരികൾ ഓർമ്മപ്പെടുത്തുന്നു. നമ്മൾ എത്രത്തോളം നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കണം എന്നുള്ള കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുക. അപ്പൊ ഈ കാര്യങ്ങൾക്കുള്ള ഒരു മറുപടിയാണ് കഴിഞ്ഞ ആ ഒരു കവിതയിലെ അവസാനം, അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു സമ്മറിയിലെ ആ ഒരു ആശയത്തിൽ അവസാനം ഞാൻ പറഞ്ഞത് എന്താ പറഞ്ഞ്, പുതിയ തലമുറയ്ക്ക് ഇതെല്ലാം ആസ്വദിക്കാൻ പറ്റണം, അത് നമ്മൾ കൈമാറണം എന്നുള്ള സന്ദേശം. ഓക്കെ, പ്രകൃതിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. പ്രകൃതിയെ ഭംഗിയെ കുറിച്ച് പറയുന്നുണ്ട്, അത് സംരക്ഷിക്കേണ്ട ആവശ്യകതയെ കുറിച്ചും പറയുന്നുണ്ട്. ഇതിലെ ബി ക്വസ്റ്റ്യൻ, ശരിയായ പ്രസ്താവന ഏത്? നീലക്കടൽ പോലെ നിറഞ്ഞുലാവി നിൽക്കുന്ന മൂന്നാറിലെ മനോഹര ദൃശ്യം കാണാൻ നിങ്ങൾ ഒരിക്കൽ പോകണം. രണ്ടാമത്തത്, പുഷ്പോത്സവം കഴിഞ്ഞാലും പൂക്കളൊന്നും മറഞ്ഞു പോകുന്നില്ല. ഇതിലെ ഏതൊക്കെ ശരിയെന്ന് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ശരിയാണ്. കുറിഞ്ഞിപ്പൂക്കളുടെ സൗന്ദര്യം ഇങ്ങനെ വിവരിക്കുന്നുണ്ട്, നീലക്കടൽ പോലെ നിറഞ്ഞു നിൽക്കുന്നതാണെന്ന് അവിടെ പറയുന്നുണ്ട്. അപ്പൊ അത് ശരിയാ. പക്ഷെ പുഷ്പോത്സവം കഴിഞ്ഞാലും പൂക്കളൊന്നും മറഞ്ഞു പോകുന്നില്ല, അത് തെറ്റാണ്. കാരണം പാഠത്തിലെ പൂക്കൾ പിന്നീട് കൊഴിഞ്ഞു വീഴും എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ എ മാത്രമാണ് ശരി. എ എന്തായിരുന്നു, 1 മാത്രം ശരി എന്ന് കാണിച്ചതാണ്. ഇതിലെ സി ക്വസ്റ്റ്യൻ, അച്ഛൻ കുട്ടി പറഞ്ഞു. ഈ വാക്യം ശരിയായ രീതിയിൽ എഴുതുക. നമുക്ക് എല്ലാവർക്കും അറിയാം എന്താ, അച്ഛൻ കുട്ടി പറഞ്ഞു എന്ന് പറഞ്ഞാൽ അച്ഛനോട് കുട്ടി പറഞ്ഞു, അതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. അല്ലാതെ അച്ഛൻ കുട്ടിയിൽ പറഞ്ഞു, അച്ഛനോട് കുട്ടിയോട് പറഞ്ഞു, അച്ഛനാൽ കുട്ടി പറഞ്ഞു, ഇതൊക്കെ തെറ്റാണ്. അത് നമുക്കറിയാം. അടുത്തത് കഥാപാത്ര നിരൂപണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. കിളിയുടെ കൂട്ടുകാരൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് തന്നെ തരണമെന്നില്ല. നിങ്ങൾക്ക് പുറത്തുനിന്ന് ഏതെങ്കിലും പാരഗ്രാഫ് ആയിരിക്കാം തരിക, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന പാഠഭാഗത്ത് ഏതെങ്കിലും കഥാപാത്ര നിരൂപണമാവും ചോദിക്കുക കേട്ടോ. അപ്പൊ ഇവിടെ അപ്പുവിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ തന്നിരിക്കുന്നത് ഞാൻ വായിക്കാം. അപ്പുവിന് കിളികളോട് വല്ലാത്ത ഇഷ്ടമായിരുന്നു. രാവിലെ ഉണരുമ്പോൾ കിളികളുടെ പാട്ടും കളകളരാഗവും കേട്ടാണ് അവൻ കണ്ണു തുറന്നിരുന്നത്. അവൻ കിളികളെ ശല്യപ്പെടുത്താതെ ഒരു മരത്തിന്റെ പിന്നിൽ ഒളിഞ്ഞിരുന്ന് അവയുടെ ഓരോ ചലനവും നിരീക്ഷിക്കും. അവയുടെ നിറങ്ങൾ, ശബ്ദങ്ങൾ, ചിറകടിച്ച് പറന്നു വരുന്ന രീതി എല്ലാം അപ്പുവിന് ഇഷ്ടമായിരുന്നു. ഒരു ദിവസം അപ്പു കാട്ടിലൂടെ നടക്കുമ്പോൾ ഒരു കുരുവി താഴെ വീണ് കിടക്കുന്നത് കണ്ടു. അതിന് പറക്കാൻ കഴിഞ്ഞിരുന്നില്ല. അവന് വിഷമമായി. അവൻ പതുക്കെ അതിന് കയ്യിലെടുത്തു. അതിന്റെ കുഞ്ഞിക്കാൽ ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ കുരുവിയെ വീട്ടിലേക്ക് കൊണ്ടുപോയി അമ്മയുടെ സഹായത്തോടെ മരുന്ന് വെച്ചു കെട്ടി. ഒരു ചെറിയ പെട്ടിയിൽ കൂടൊരുക്കി. ദിവസവും വെള്ളവും അരിമണിയും കൊടുത്തു. ആദ്യമൊക്കെ പേടിച്ചു മിണ്ടാതിരുന്ന കുരുവി പതിയെ അവനോട് ഇണങ്ങി. അപ്പുവിന്റെ വിരലിൽ നിന്ന് ഭക്ഷണം കൊത്തിപ്പെറുക്കി ഭക്ഷിച്ചു. ഒരു നാൾ അത് കാട്ടിലേക്ക് തന്നെ പറന്നു പോയി. ഇടയ്ക്കെല്ലാം അപ്പുവിന്റെ തൊടിയിലെ സന്ദർശകനായി മാറി.
മനസ്സിലെ കിളി എന്ന കഥയിലെ പിഗ്ലുവിനെ പോലെ ഈ കഥയിലെ അപ്പുവിനും നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? അപ്പുവിന്റെ സഹജീവി സ്നേഹവും നന്മയും മനസ്സിലാക്കിയല്ലോ. അപ്പു എന്ന കഥാപാത്രത്തെ കുറിച്ച് നിരൂപണം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് എന്തായാലും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അപ്പൊ മനസ്സിലെ കിളിയിലെ കഥാപാത്രമായിട്ടുള്ള പിഗ്ലുവിന്റെ ക്യാരക്ടർ നിങ്ങൾക്ക് അറിയണ്ടേ? അപ്പൊ അതാദ്യം നമുക്ക് മനസ്സിലാക്കാം. ആ ചാപ്റ്ററിൽ എന്തൊക്കെ വരുന്നു എന്നുള്ളത്. അത് കഴിഞ്ഞ് അപ്പുവിലേക്ക് വരാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് രണ്ട് രീതിയിലുള്ള ചോദ്യം വന്നാലും ആൻസർ ചെയ്യാൻ പറ്റും. ഭീമലേന്ദ്ര ചക്രവർത്തിയുടെ മനസ്സിലെ കിളി എന്ന കഥയിലെ പ്രധാന കഥാപാത്രമാണ് പിക്ലു. പ്രകൃതിയോടുള്ള ആഴമുള്ള സ്നേഹവും ജീവികളോടുള്ള കരുണയും നിറഞ്ഞ ഒരു ബാലനായി അവനെ കഥ അവതരിപ്പിക്കുന്നു. അവന്റെ രൂപമോ പ്രായമോ വ്യക്തമാക്കാത്തതിനു ശേഷം അവന്റെ ചിന്തകളും പ്രവൃത്തികളും അവന്റെ സ്വഭാവവും വായനക്കാരെ ബോധ്യപ്പെടുത്തുന്നു. പിക്ലുവിന്റെ ദിവസം ആരംഭിക്കുന്നത് പക്ഷികളുടെ ശബ്ദങ്ങളോടെയാണ്. പൂന്തോട്ടത്തിലെ വിവിധ പക്ഷികളെ അവൻ ശ്രദ്ധയോടെ നിരീക്ഷിക്കുകയും അവയുടെ സാന്നിധ്യത്തിൽ സന്തോഷം കണ്ടെത്തുകയും ചെയ്യുന്നു. പക്ഷികളുടെ എണ്ണം എണ്ണുന്നതും അവയെ കാണുന്നതിൽ ആഹ്ലാദം കണ്ടെത്തുന്നതും അവന്റെ പ്രകൃതി സ്നേഹത്തെ വ്യക്തമാക്കുന്നു. പൂക്കളും തേനീച്ചകളും സൂര്യപ്രകാശവും എല്ലാം അവന്റെ ശ്രദ്ധ പിടിച്ചുപറ്റുന്നു. അപ്പൊ ഇവിടെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോട്ടോ. നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്നുള്ള പിക്ലുവിന്റെ ക്യാരക്ടർ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ആ പാരഗ്രാഫിലെ അപ്പു എന്താണെന്നുള്ളത് എഴുതാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോറി അറിഞ്ഞാൽ മതി. പ്രകൃതിയോടുള്ള ഏതെങ്കിലും ഒരു പോർഷൻ വന്നിട്ട് അതിൽ നിന്ന് അവരുടെ ഒരു കഥാപാത്ര നിരൂപണം എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ ഇതിലെ എന്താണോ മനസ്സിലായ കാര്യങ്ങൾ അത് എഴുതി വെച്ചാൽ മതി. അപ്പൊ ഈ ചാപ്റ്റർ നല്ല രീതിയിൽ പഠിക്കുക. കാരണം ഇതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി നെക്സ്റ്റ് നോക്കാം. പൂക്കളും തേനീച്ചകളും സൂര്യപ്രകാശവും എല്ലാം അവന്റെ ശ്രദ്ധ പിടിച്ചുപറ്റുന്നു. അപ്പൊ ഇതിൽ എന്തൊക്കെയാ പറഞ്ഞു? പൂന്തോട്ടത്തിലെ വിവിധ തരത്തിലുള്ള പക്ഷികൾ വന്നിരുന്നു. അവരെ എണ്ണിയും അവരുടെ ഭംഗി ആസ്വദിച്ചും അവരുടെ ചലനങ്ങൾ നോക്കിയെല്ലാം അവൻ അത് ആഹ്ലാദിച്ചിരുന്നു. അതിന്റെ ഒപ്പം തന്നെ പൂക്കളും തേനീച്ചകളും സൂര്യപ്രകാശവും എല്ലാം അവന്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. ഇനി കൂട്ടിലടച്ച മൈനയുടെ ദുഃഖം പിക്ലുവിനെ ഏറെ ബാധിച്ചിരുന്നു. അതിനെ മോചിപ്പിക്കണമെന്ന് അവന്റെ ആഗ്രഹം അവന്റെ കരുണയെയും ധൈര്യത്തെയും പ്രകടമാക്കുന്നു. ആരെയും ഇങ്ങനെ കൂട്ടിലടച്ചിട്ടൊക്കെ ഒരു കിളി ഇരിക്കുക എന്ന് പറയുമ്പോൾ അവനത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് അതിനെ തുറന്നു വിടണം എന്നുള്ള ആഗ്രഹമായിരുന്നു. ആ ഒരു ധൈര്യമായിരുന്നു ആർക്ക്? പിക്ലുവിന്. ചേട്ടന്റെ കോപം നേരിടേണ്ടി വരുമെന്ന് അറിഞ്ഞിട്ടും മൈനയുടെ സ്വാതന്ത്ര്യത്തിനായി അവൻ മുന്നോട്ട് വരുന്നു. മൈനയ്ക്ക് പരിക്കേറ്റപ്പോൾ അതിനെ ശുശ്രൂഷിക്കാൻ അമ്മയുടെ സഹായം തേടുന്നതിലൂടെ അവന്റെ സ്നേഹവും കരുതലും വ്യക്തമായി കാണാം. കഥയിലുടനീളം പിക്ലുവിന്റെ നിഷ്കളങ്കത തെളിയുന്നു. മൈന വീണ്ടും തിരിച്ചു വരുമ്പോൾ അവൻ അനുഭവിക്കുന്ന സന്തോഷം അതിന്റെ തെളിവാണ്. മനുഷ്യരെ പോലെ പക്ഷികൾക്കും സ്വാതന്ത്ര്യം വേണമെന്ന് അവന്റെ വിശ്വാസം കഥയുടെ പ്രധാന സന്ദേശം ശക്തമാക്കുന്നു. അപ്പൊ കണ്ട, ആ മൈനയെ അവൻ എന്ത് ചെയ്യുന്നുണ്ട്? മൈനയെ തുറന്നു വിടുന്നുണ്ട്. പിന്നീട് മൈന തിരിച്ചു വരുന്നുണ്ട്. അപ്പൊ അവൻ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അപ്പൊ മനുഷ്യന്മാരെ മാത്രമല്ല, പക്ഷികളെ ആയാലും നമ്മുടെ പ്രകൃതിയെ ആയാലും അവരെല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. അവരെല്ലാവരും സ്നേഹിക്കണം എന്നുള്ള ഒരു രീതിയിൽ അവൻ ഈ കഥയിലെ ആ ഒരു കഥാപാത്രമായിട്ട് പറയുന്നുണ്ട്. പ്രകൃതിയോടുള്ള സ്നേഹം, ജീവികളോടുള്ള കരുണ, ധൈര്യം, നിഷ്കളങ്കത എന്നീ മൂല്യങ്ങളെ വായനക്കാരിലേക്ക് എത്തിക്കുന്നതിൽ പിക്ലുവിന്റെ കഥാപാത്രം പ്രധാന പങ്ക് വഹിക്കുന്നു. അപ്പൊ ഇവിടെ എന്തൊക്കെയാ പറയുന്നത്? നമുക്ക് വെറുതെ പക്ഷികളോടുള്ള സ്നേഹം മാത്രമല്ല കാണുന്നത്, പ്രകൃതിയോടുള്ള സ്നേഹവും കാണിക്കുന്നുണ്ട്, അനുകമ്പ കാണിക്കുന്നുണ്ട്. ഓരോ ജീവികളോടും അവൻ അവന്റെ സ്നേഹം കാണിക്കുന്നുണ്ട്. അപ്പോ ആ പ്രകൃതിയോടുള്ള സ്നേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. പിക്ലു എന്നുള്ള ക്യാരക്ടറിന്റെ കഥാപാത്ര നിരൂപണം ചോദിച്ചാൽ നിങ്ങൾക്ക് ഇപ്പൊ എഴുതാൻ അറിയാം. അത് മാത്രമല്ല, ലഘുകുറിപ്പ് ചോദിച്ചാലും എഴുതാൻ അറിയാം. കാരണം നമ്മളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു സമ്മറി കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് കഥാരചന അല്ലെങ്കിൽ കവിതാരചന എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എങ്ങനെയാണ് ഒരു കഥ വെറുതെ നമ്മൾ രചിക്കാൻ പറ്റില്ല, കവിത വെറുതെ രചിക്കാൻ പറ്റില്ല. അതിന് കുറെ സ്റ്റെപ്സ് ഉണ്ട്. അതെന്തൊക്കെയാന്ന് ആദ്യം നോക്കണം, എന്നിട്ട് നമുക്ക് ആ കഥ രചിക്കാം. ഓക്കെ. കഥാരചന. കായൽ തിരയിലായിരുന്നു അവന്റെ വീട്. പക്ഷേ മലഞ്ചെരിവുകളിലായിരുന്നു അവന്റെ സ്വപ്നങ്ങൾ. പിന്നെ ഒരിക്കൽ ഉരുൾപൊട്ടലിനെയും മറ്റൊരിക്കൽ വെള്ളപ്പൊക്കത്തിനെയും അവൻ സ്വപ്നത്തിൽ കണ്ടു ഭയന്നു. എങ്കിലും അവൻ പ്രകൃതിയെ സ്നേഹിച്ചു. കഥാപാത്രത്തിന് ഒരു പേര് നൽകി കഥാസന്ദർഭങ്ങൾ ക്രമമായി കോർത്തിണങ്ങി കഥ എഴുതാൻ ശ്രമിക്കുമല്ലോ. അപ്പോ നമുക്കൊരു കഥയാണെങ്കിൽ ഫസ്റ്റ് എന്തൊക്കെയാ വേണ്ടേ? കഥാരചന എങ്ങനെ എഴുതാം? അപ്പൊ അതിന്റെ ഘട്ടങ്ങൾ, സ്റ്റെപ്സ് നോക്കാം കേട്ടോ. ഒന്നാമത്തത് ശീർഷകം. ഒരു ശീർഷകം കൊടുക്കണം, ഹെഡിങ് കൊടുക്കണം. പ്രകൃതിയുടെ വിളി അങ്ങനെയൊക്കെ കൊടുക്കുന്ന പോലെ ഒരു ഉദാഹരണം. പിന്നെ കഥാപാത്രത്തിന് പേര് കൊടുക്കുക. നിങ്ങളുടെ ആ ഒരു ചാപ്റ്ററിൽ വരുന്ന കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് നമുക്ക് പേര് കൊടുക്കാം. ആദിത്യൻ, മിഥുൻ, ദീപ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പേരുകൾ കൊടുക്കുക. ഇനി സ്ഥലം പറഞ്ഞു തുടങ്ങണം.
കഥ എവിടെ നടക്കുന്നു? നമ്മളിപ്പോ പറഞ്ഞില്ലേ, മലഞ്ചെരുവുകളിലെ അല്ലെങ്കിൽ ഒരു കടൽ തീരത്താണ്, അങ്ങനെ ഏത് സ്ഥലത്താണ് ആ ഒരു സ്ഥലം പറയണം. അത് നിങ്ങളോട് ഏത് കഥ എഴുതാൻ പറഞ്ഞാലും നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം കേട്ടോ. ഇവിടെ ഞാൻ ഇപ്പൊ എക്സാമ്പിൾ കൊടുത്ത് കണ്ടോ, മലഞ്ചെരുവ്, അതുപോലെ കായൽ തീരം എന്നൊക്കെ പറഞ്ഞിട്ട്. അടുത്തത് എന്തെങ്കിലും സ്വപ്നം അല്ലെങ്കിൽ ആഗ്രഹം ചേർക്കുക. കഥാപാത്രം എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ കഥാപാത്രം എന്തെങ്കിലും സ്വപ്നം കാണുന്നുണ്ടോ, അങ്ങനെ കഥാപാത്രത്തിന്റെ ആലോചനകളൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം. പ്രശ്നം ചേർക്കുക. ഇനി ആ കഥയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുമല്ലോ. ഇപ്പൊ നേരത്തെ നമ്മൾ പ്രകൃതിയുടെ കാര്യം പറഞ്ഞപ്പോ മൈനയെ കൂട്ടിലടച്ചതായിരുന്നു അവന്റെ വിഷമം. അതുപോലെയുള്ള എന്തെങ്കിലും വിഷമങ്ങളോ പ്രശ്നങ്ങളോ അതൊക്കെ നമ്മൾ ചേർക്കുക. എന്നാലാണ് കഥയ്ക്ക് ഒരു ട്വിസ്റ്റ് വരുള്ളൂ. ഇവിടെ ഇപ്പൊ വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഒന്നും കൂടി ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് കഥ കേൾക്കും. അടുത്തത് പ്രകൃതിയോടുള്ള ബന്ധം കാണിക്കുക. പ്രകൃതിയുടെ കഥയാണെങ്കിൽ, ഏത് കഥയാണെങ്കിലും നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മുടെ പ്രകൃതിയോടൊരു ബന്ധം കാണിക്കണം. ഭയം ഉണ്ടെങ്കിലും സ്നേഹം ഉണ്ടെങ്കിലും കാണിക്കുക. ഇവിടെ അവന് ഭയമുണ്ട്, അപ്പൊ അതൊന്ന് കാണിക്കണം. ഇനിയിപ്പോ നമ്മൾ പ്രകൃതിയെ കുറിച്ച് ഇൻക്ലൂഡ് പറയാൻ കാരണം, നമ്മൾ മരങ്ങളുടെ ഭംഗി, പക്ഷികളുടെ ഭംഗിയൊക്കെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ വായനക്കാർക്ക് വായിക്കുമ്പോൾ അതിലൊരു ഭംഗി തോന്നും. അടുത്തത് മാറ്റമുണ്ടാകുന്ന സംഭവം. എന്താണ് അവനെ പഠിപ്പിച്ചത്? ഇപ്പൊ ആ കഥയിൽ നിന്ന് എന്തെങ്കിലും മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ അത് എഴുതണം. അവസാനം ഒരു സന്ദേശം കൊടുക്കുക. ഇപ്പൊ ഇവിടെ പ്രകൃതി സംരക്ഷിക്കണം എന്നുള്ള ഒരു സന്ദേശമാണെന്ന് വിചാരിക്കുക. അതുപോലെ നിങ്ങൾ എഴുതുന്ന ഏത് കഥയിലും വായനക്കാർക്ക് ഒരു സന്ദേശം, ഒരു മെസ്സേജ് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് ആ കഥ ഒന്ന് ജസ്റ്റ് എഴുതി നോക്കാം കേട്ടോ. കായൽ തീരത്തായിരുന്നു ആദിത്യന്റെ വീട്. എന്നാൽ അവന്റെ മനസ്സ് എല്ലായ്പ്പോഴും മലഞ്ചെരുവുകളിലായിരുന്നു. മലകളിലെ മഞ്ഞും പച്ചപ്പും അവനെ ആകർഷിച്ചിരുന്നു. ഒരിക്കൽ അവൻ ഉരുൾപൊട്ടലും മറ്റൊരു ദിവസം വെള്ളപ്പൊക്കവും സ്വപ്നത്തിൽ കണ്ട് ഭയപ്പെട്ടു. പ്രകൃതിയുടെ കോപം എത്ര ഭീകരമാണെന്ന് അവൻ ചിന്തിച്ചു. എങ്കിലും പ്രകൃതിയെ അവൻ അതിയായി സ്നേഹിച്ചു. ഒരു ദിവസം അവൻ മലകൾ സന്ദർശിക്കാൻ അവസരം ലഭിച്ചു. അവിടെ എത്തിച്ചേരുമ്പോൾ പ്രകൃതിയുടെ അത്ഭുതകരമായിട്ടുള്ള സൗന്ദര്യം കണ്ട് അവൻ വിസ്മയിച്ചു. പച്ച നിറഞ്ഞ മലകളും ഒഴുകുന്ന ചെറുചാലുകളും പക്ഷികളുടെ ഗാനവും അവന്റെ മനസ്സ് നിറച്ചു. അപ്പോൾ അവൻ മനസ്സിലാക്കി, പ്രകൃതി ഭയപ്പെടുത്തുന്നതല്ല, സംരക്ഷിക്കപ്പെടേണ്ട ഒന്നാണ്. അവിടെ നാട്ടുകാരോട് സംസാരിച്ചപ്പോൾ മനുഷ്യരുടെ അശ്രദ്ധയും വനനശീകരണവും ദുരന്തങ്ങൾക്ക് കാരണമാകുന്നുവെന്ന് അവൻ തിരിച്ചറിഞ്ഞു. മരങ്ങൾ വെട്ടുകയും മലകൾ നശിപ്പിക്കുകയും ചെയ്യുമ്പോൾ പ്രകൃതി പ്രതികരിക്കുമെന്ന് അവൻ മനസ്സിലാക്കി. ഇനി മുതൽ പ്രകൃതിയെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമെന്ന് അവൻ ഉറച്ച തീരുമാനമെടുത്തു. നാട്ടിലേക്ക് മടങ്ങിയ ശേഷം അവൻ തന്റെ സുഹൃത്തുക്കളെയും പ്രകൃതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തി. പ്രകൃതിയോടൊപ്പം ജീവിക്കുന്നതാണ് മനുഷ്യന്റെ യഥാർത്ഥ സന്തോഷമെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അപ്പൊ അതിൽ നിന്ന് നമുക്കൊരു സന്ദേശം കിട്ടി. കഥയിൽ എല്ലാ കാര്യങ്ങളും ഇപ്പൊ വന്നു. ഇത് ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ തന്നതാ. നിങ്ങൾക്ക് ചിലപ്പോൾ ഇതുപോലെ തന്നെ കഥ എഴുതാൻ വരണമെന്നില്ല. പക്ഷെ ആ കഥ എങ്ങനെ എഴുതണം, എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം എന്നറിയിക്കാൻ വേണ്ടി നമ്മൾ ഈ ക്വസ്റ്റ്യൻ എടുത്തേട്ടാ. ഇനി ഇതുപോലെ തന്നെയാണ് കവിതാരചന. കവിതാരചന എങ്ങനെ എഴുതണം? പ്രമേയം തിരഞ്ഞെടുക്കുക. പ്രമേയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എഴുതാൻ പോണ കവിതയ്ക്ക് ഒരു ആശയം വേണം. അത് നിങ്ങളുടെ മനസ്സിൽ ആദ്യം തന്നെ വേണം. പിന്നെ പ്രകൃതി, മഴ, ചന്ദ്രൻ, സൂര്യൻ, അങ്ങനെ ഏതിനെയാണ് എടുക്കുന്നത് അത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക. പ്രകൃതി വസ്തുക്കൾ ഉപയോഗിക്കുക. നിങ്ങളുടെ എന്തൊക്കെ പ്രകൃതി വസ്തുക്കളാ? പ്രകൃതി വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ എന്താ? മരം, വെളിച്ചം, സൂര്യൻ, കടൽ, ഇതൊക്കെ പ്രകൃതി വസ്തുക്കൾ തന്നെയാണ്. ഇനി വികാരം ചേർക്കുക. നിങ്ങൾക്ക് സന്തോഷമാണോ, സ്നേഹമാണോ, ശാന്തതയാണോ, അതോ വിഷമത്തിലുള്ള കവിതയാണോ, അങ്ങനെ എന്താണോ കവിത അതിന്റെ വികാരം ചേർക്കണം. ലളിതമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുക. വലിയ വലിയ കട്ടിയുള്ള വാക്കുകളൊന്നും യൂസ് ചെയ്യണമെന്നില്ല. എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾ എഴുതിയാൽ മതി. ഓരോ വരിയും ചെറുതാക്കുക. ഉപമകൾ ചേർക്കുക. ഒന്നിനെ മറ്റൊന്നായിട്ട് നമ്മളെപ്പോഴും ഉപമിക്കാൻ ശ്രമിക്കുക. ഇപ്പൊ ചന്ദ്രനെ വെള്ളിവിളക്ക്, മഴയെ സംഗീതം, അങ്ങനെ നമ്മൾ താരതമ്യം ചെയ്യുക. അങ്ങോട്ടും ഇങ്ങോട്ടും താരതമ്യം ചെയ്യാന്നല്ല അതിനെ പറയാ, ഉപമ വരുത്തുക. ഒന്നിനെ മറ്റൊന്നിനോടായിട്ട് നമ്മൾ പറയാം. ഇപ്പൊ നമുക്ക് പറയണം മഴയുടെ താളം പോലെ, അല്ലെങ്കിൽ മഴയുടെ സംഗീതം പോലെ, മഴച്ചാറുകളുടെ ശബ്ദം കേൾക്കുന്നു, അങ്ങനെയൊക്കെ പറയാം. അല്ലെങ്കിൽ ചന്ദ്രന്റെ ആ വെള്ളിവിളക്ക് എന്നൊക്കെ നമുക്ക് പറയാം. ഇനി 8 വരികൾ നിർബന്ധമായിട്ട് നിങ്ങൾ ഒരു കവിതയിൽ എഴുതേണ്ടതുണ്ട് കേട്ടോ. അവസാനം എന്ത് വേണം? ഒരാശയം കൊടുക്കണം. പ്രകൃതി മനോഹരമാണ് എന്നുള്ള രീതിയിൽ അവസാനത്തെ 2 വരിയിൽ എന്തെങ്കിലും ആശയം ഇൻക്ലൂഡ് ചെയ്ത് നിർത്തുക. കാരണം ആ കവിത എന്തിനെ കുറിച്ചായിരുന്നു, അല്ലെങ്കിൽ ആ കവിതയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന മെസ്സേജ് എന്താണോ അത് നിങ്ങൾ ആ കവിതയിൽ ഇൻക്ലൂഡ് ചെയ്യണം. എന്നാലേ വായിക്കുന്ന ആൾക്കാർക്ക് അതൊരു പൂർണ്ണമായി തോന്നുള്ളൂ. ഇപ്പൊ ഇവിടെ നോക്കിയേ, ഇരുളിൽ തിളങ്ങുന്ന ചന്ദ്രനെ ഉറങ്ങുവാൻ എന്തൊരു മോഹം, പകലിൽ തിളങ്ങുന്ന സൂര്യനെ ഇരുളിൽ ഉറങ്ങുവാൻ മോഹം. അങ്ങനെ 4 വരി തന്നിട്ടുണ്ട്. ഗോവർദ്ധൻ VS ആണ്. ഇതുപോലെ പ്രകൃതി ദൃശ്യങ്ങൾ പ്രമേയമാക്കിയ ഒരു കവിത എഴുതുക. കുറഞ്ഞത് 8 വരികൾ ഉണ്ടാകണം. അപ്പൊ ഇത് നമുക്ക് ഇതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് വരണമെന്നില്ല. പക്ഷെ നിങ്ങൾ ഇത് അറിഞ്ഞിരിക്കണം എങ്ങനെയാണ് കവിത എഴുതാന്നുള്ളത്. കാരണം കവിത എഴുതാന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ വേറെ ഒരു ടോപ്പിക് ആയിരിക്കും തരിക. അപ്പൊ അത് എങ്ങനെ എഴുതണം, എത്ര വരികൾ വേണമെന്ന് അറിയണ്ടേ? അതുകൊണ്ടാണ് കേട്ടോ. ഞാനിവിടെ കവിത എഴുതിയിട്ടുണ്ട്.
നിശബ്ദമായ രാത്രിയിൽ നക്ഷത്രങ്ങൾ ചിരിക്കുന്നു. മൃദുവായ കാറ്റിൽ ഇലകൾ നൃത്തം ചെയ്യുന്നു. പ്രഭാത സൂര്യൻ ഭൂമിയെ ഉണർത്തുന്നു. മഴത്തുള്ളികൾ മണ്ണിനെ സ്നേഹിക്കുന്നു. കുറച്ച് ലൈൻസാ കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. ഓരോ കവിതകളൊക്കെ എഴുതാൻ, കവിതകൾ എഴുതാൻ ഇഷ്ടമുള്ള കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, അവരൊക്കെ നന്നായി പരിശ്രമിക്കുക. അപ്പൊ നിങ്ങൾക്ക് നല്ല രീതിയിൽ കവിത എഴുതി എഴുതി തിളങ്ങാം കേട്ടോ. ഇനി നമുക്ക് നോക്കാം. ഇനി നമുക്ക് പ്രീവിയസ് ഇയറിലെ വന്നിരിക്കുന്ന കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കൂടി ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇനി സെപ്പറേറ്റ് വീഡിയോസ് നോക്കി പോകണ്ട. കഴിഞ്ഞ ഇയറിലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഈ വർഷത്തെ മോഡലിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അവിടെ വന്നിരിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കഥാപാത്ര നിരൂപണം. ഓട്ടത്തിൽ 3-ാം സ്ഥാനത്തെത്താനാണ് അവൻ ആഗ്രഹിച്ചതെങ്കിലും അവസാന കുതിപ്പിൽ അവൻ എങ്ങനെയോ ഒന്നാമതായി. പെയ്തു തീരാത്ത സ്വപ്നം പോലെ എന്ന പാഠത്തിൽ ഓട്ട മത്സരത്തിൽ ഒന്നാമതായിട്ടും ദുഃഖിതനായിരിക്കുന്ന അലിയെ പരിചയപ്പെട്ടല്ലോ. കഥയിലെ അലിയെ കുറിച്ച് കഥാപാത്ര നിരൂപണം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കഥാപാത്ര നിരൂപണം തയ്യാറാക്കണമെങ്കിൽ എന്താണ് ആ കഥയിൽ ഉള്ളത് നിങ്ങൾക്ക് അറിയണം. അപ്പൊ ഞാൻ ആ ചാപ്റ്ററിൽ എന്താണ് അതിന്റെ ഒരു വിശകലന കുറിപ്പും അതുപോലെ ആ കഥാപാത്രത്തെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും ചേർത്ത് ഒരു ആശയമാണ് തരുന്നത് കേട്ടോ. എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ആ ഒരു ചാപ്റ്ററിന് അറ്റൻഡ് ചെയ്യാൻ പറ്റും. നോക്കാം. വി.കെ. ജോസഫ് എഴുതിയ പെയ്തു തീരാത്ത സ്വപ്നം പോലെ എന്ന ലേഖനം മജീദ് മജിദി സംവിധാനം ചെയ്ത സ്വർഗത്തിലെ കുട്ടികൾ എന്ന ഇറാനിയൻ സിനിമയുടെ ഒരു ഹൃദയസ്പർശിയായ വിശകലനമാണ്. ലളിതമായ കഥയിലൂടെ ഗഹനമായ വികാരങ്ങൾ പകരുന്ന ഈ സിനിമയുടെ ആഴം ലേഖകൻ സൗമ്യമായ ഭാഷയിൽ അവതരിപ്പിക്കുന്നു. കഥയുടെ കേന്ദ്രത്തിൽ 9 വയസ്സുള്ള അലിയും അവന്റെ സഹോദരി സാറയുമാണ്. സാറയുടെ ഷൂസ് നഷ്ടപ്പെടുന്നതോടെ ആരംഭിക്കുന്ന സംഭവ വികാസങ്ങൾ അവരുടെ ജീവിതത്തിലെ ചെറിയ പ്രശ്നങ്ങളെ വലിയ മാനസിക സംഘർഷങ്ങളാക്കി മാറ്റുന്നു. വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയ കുട്ടികൾ മാതാപിതാക്കളോട് ഈ കാര്യം മറച്ചുവെക്കാൻ ശ്രമിക്കുന്നത് അവരുടെ ഉത്തരവാദിത്വ ബോധവും അവസ്ഥയെ പറ്റിയുള്ള അവബോധവും പ്രകടമാക്കുന്നു. സ്വന്തം കഷ്ടതകളുടെ നടുവിലും മറ്റുള്ളവരുടെ ദുരിതം തിരിച്ചറിയാൻ കഴിയുന്ന കുട്ടികളുടെ മനസ്സ് ഏറെ സ്പർശനീയമാണ്. സാറ തന്റെ ഷൂസ് മറ്റൊരു കുട്ടിയുടെ കയ്യിൽ കാണുമ്പോഴും ആ കുട്ടിയുടെ കുടുംബ സാഹചര്യങ്ങൾ മനസ്സിലാക്കി അത് തിരികെ ആവശ്യപ്പെടാതിരിക്കുക മനുഷ്യ സ്നേഹത്തിന്റെ ഉദാത്ത ഉദാഹരണമായി മാറുന്നു. അപ്പൊ ഇവിടെ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? 2 കുട്ടികളാണ് ഉള്ളത്. ഒന്ന് അലിയും അലിയുടെ സഹോദരിയായ സാറയും. സാറയുടെ ഷൂസ് അവിടെ നഷ്ടപ്പെടുന്നുണ്ട്. എന്നാൽ അത് എന്ത് ചെയ്യുന്നില്ല, അവർ വീട്ടുകാരോട് പറയുന്നില്ല. കാരണം വീട്ടുകാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്കൊരു ബുദ്ധിമുട്ടാവോ, അങ്ങനെയുള്ള രീതിയിൽ കുട്ടികൾ ആ കഷ്ടപ്പാടുകളൊക്കെ മറച്ചു വെക്കുകയാണ്. അത് അവരുടെ ഉത്തരവാദിത്വം കൂടിയാണ് കാണുന്നത് കേട്ടോ. വീട്ടുകാർ അതിനു വേണ്ടി ഇനി കഷ്ടപ്പെടണ്ട, അല്ലെങ്കിൽ ഇനി അവർ വേറെ മേടിക്കണ്ട, അവർ ബുദ്ധിമുട്ടണ്ട എന്നുള്ള രീതി. ഇനി ആ ഷൂ ആ കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്? അത്രയും കഷ്ടതകളില് ആ ഷൂ അത് മറ്റൊരു കുട്ടിയുടെ കയ്യിൽ കാണുന്നുണ്ട്, അവളുടെ ഷൂ. എന്നാലും അവരെ ബുദ്ധിമുട്ടിക്കണ്ട വെച്ചിട്ട് അത് ചോദിക്കുന്നില്ല. ഓക്കെ, അവിടെ മനുഷ്യ സ്നേഹമാണ് കാണിക്കുന്നത്. സ്കൂളുകളിലേക്കുള്ള അവരുടെ ദിനസഞ്ചാരവും ഷൂസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും കുട്ടികളുടെ മാനസിക സംഘർഷങ്ങളെ ശക്തമായി ചിത്രീകരിക്കുന്നു. സിനിമയുടെ അവസാന ഭാഗത്ത് അലിയുടെ ക്ഷീണിതമായ കാലുകൾ വെള്ളത്തിൽ മുക്കുമ്പോൾ ചെറുമീനുകൾ അതിനെ സ്പർശിക്കുന്ന ദൃശ്യം പ്രത്യാശയുടെയും സഹനത്തിന്റെയും പ്രതീകമായി വ്യാഖ്യാനിക്കുന്നു. സാധാരണ ജീവിതത്തിലെ ചെറിയ സംഭവങ്ങൾ പോലും ആഴമുള്ള വികാരാനുഭവങ്ങളുമാക്കി മാറ്റാൻ കഴിയുന്ന ചിത്രമാണിത് എന്ന് ലേഖനം സൂചിപ്പിക്കുന്നു. ദാരിദ്ര്യത്തിനിടയിലും മനുഷ്യരിലെ സ്നേഹവും കരുണയും നിലനിൽക്കുന്നുവെന്ന് സന്ദേശം നൽകുന്ന മനോഹരമായ സിനിമയാണ് ഈ ചിത്രം അവതരിപ്പിക്കുന്നത്. അപ്പൊ ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടും ആ കുട്ടി എന്താ ചെയ്യുന്നത്? ഉള്ളതിനെ വെച്ച് അവർ സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. ബാക്കിയുള്ള മനുഷ്യ മനസ്സിനെ വേദനിപ്പിക്കാതെയാണ് അവർ ജീവിക്കുന്നത്. ഇത്രയും ദാരിദ്ര്യം അവർക്കുണ്ട്, എന്നാലും മനുഷ്യരിലെ സ്നേഹവും കരുണയും നിലനിൽക്കുന്ന സന്ദേശം നമുക്ക് ഈ ഒരു ഫിലിം തരുന്നുണ്ട്. ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും അവര് ബാക്കിയുള്ള മനുഷ്യരോട് സ്നേഹത്തിലാണ് നിൽക്കുന്നത്. ഇനി ഇവിടെ ഈ 2 കുട്ടികൾ അനുഭവിക്കുന്ന വേദനകൾ നമുക്കറിയണം, എന്തൊക്കെ പ്രശ്നങ്ങളാണെന്ന് അറിയണം. എന്നാലാണ് അലി എന്നുള്ള കഥാപാത്രമാണെങ്കിലും സാറ എന്നുള്ള കഥാപാത്രത്തിന്റെ ആയാലും കഥാപാത്ര നിരൂപണം ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ അതിനുള്ള കുറച്ച് ലൈൻസ് തരാം. സ്വർഗത്തിലെ കുട്ടികൾ എന്ന ചലച്ചിത്രത്തിൽ അലിയും സാറയും നേരിടുന്ന പ്രധാന ജീവിത പ്രശ്നങ്ങളുടെ അടിസ്ഥാനം അവരുടെ കുടുംബത്തിലെ ദാരിദ്ര്യമാണ്. കുറഞ്ഞ വരുമാനമുള്ള അച്ഛനും രോഗിയായ അമ്മയും ഉൾപ്പെടുന്ന കുടുംബത്തിൽ ജീവിക്കുന്ന ഈ കുട്ടികൾക്ക് സാധാരണ ആവശ്യങ്ങൾ പോലും ലഭ്യമല്ല. സാറയുടെ ഷൂസ് നഷ്ടപ്പെടുന്നത് അവരുടെ ജീവിതത്തിലെ വലിയൊരു സംഘർഷത്തിന് തുടക്കമാകുന്നു. പുതിയ ഷൂസ് വാങ്ങാൻ കഴിയാത്തതിനാൽ ഇരുവരും ഒരേ ഷൂസ് പങ്കിട്ട്
സ്കൂളിൽ പോകാൻ തീരുമാനിക്കുന്നു. സ്കൂളുകളുടെ സമയവ്യത്യാസം കാരണം ഈ ക്രമീകരണം അവരുടെ ദൈനംദിന ജീവിതത്തെ ബുദ്ധിമുട്ടാക്കുന്നു. പ്രത്യേകിച്ച് അലി പലപ്പോഴും വൈകി എത്തേണ്ടി വരികയും അധ്യാപകന്റെ ശാസനയും ശിക്ഷയും നേരിടുകയും ചെയ്യുന്നു. സഹോദരിക്ക് പുതിയ ഷൂസ് നേടിക്കൊടുക്കണമെന്ന ആഗ്രഹത്തോടെ അലി ഒരു ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുന്നു. കാരണം മൂന്നാം സമ്മാനമായി ഷൂസ് ലഭിക്കുമെന്ന് അവൻ വിശ്വസിക്കുന്നു. എന്നാൽ കഠിനമായി പരിശ്രമിച്ചിട്ടും അവൻ ഒന്നാം സ്ഥാനത്തെത്തുമ്പോൾ ഷൂസ് ലഭിക്കാതെ അവന്റെ പ്രതീക്ഷകൾ തകർന്നു പോകുന്നു. ഇതിനിടെ സാറ തന്റെ നഷ്ടപ്പെട്ട ഷൂസ് മറ്റൊരു കുട്ടിയുടെ കാലിൽ കാണുമ്പോഴും അത് തിരികെ ആവശ്യപ്പെടാൻ തയ്യാറാകുന്നില്ല. ആ കുട്ടിയുടെ അവസ്ഥ തങ്ങളുടേതിനേക്കാൾ ദയനീയമാണെന്ന് അവൾ തിരിച്ചറിയുന്നു. ഈ സംഭവം അവരുടെ സഹാനുഭൂതിയും മാനസിക പക്വതയും പ്രകടമാക്കുന്നു. സ്വന്തം പ്രായത്തിലുള്ള കുട്ടികൾ കളിച്ചും ചിരിച്ചും നടക്കുന്ന സമയത്ത് അലി, സാറ ദാരിദ്ര്യം, ഉത്തരവാദിത്തം, മാനസിക സംഘർഷം എന്നിവ നേരിടേണ്ടി വരുന്നു. എന്നിരുന്നാലും സഹോദര സ്നേഹവും മനുഷ്യത്വ ബോധവും അവരെ മുന്നോട്ട് നയിക്കുന്നു. പ്രതിസന്ധികളോട് പോരാടാനുള്ള ധൈര്യവും പരസ്പര പിന്തുണയും ഇവരുടെ ജീവിതത്തെ അതിജീവനത്തിന്റെ വഴിയിലേക്ക് നയിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ നിന്ന് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. അടുത്തൊരു പോസ്റ്റർ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് വരും. കുട്ടികളുടെ സർഗവാസനകളെ പരിപോഷിപ്പിക്കുന്ന ബഡ്ഡിംഗ് റൈറ്റേഴ്സ് ശില്പശാല നിങ്ങളുടെ വിദ്യാലയത്തിൽ ജനുവരി 28 രാവിലെ 10:00 സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുന്നു. വിദ്യാരംഗം കലാസാഹിത്യവേദി സംഘടിപ്പിക്കുന്ന ഈ പരിപാടിയുടെ പോസ്റ്റർ തയ്യാറാക്കുക. ഉദ്ഘാടനം ബെന്യാമിൻ, പ്രശസ്ത സാഹിത്യകാരൻ. ശില്പശാല നയിക്കുന്നത് നന്ദിനി, കവിയത്രി. അപ്പൊ ഡീറ്റെയിൽസ് ഒക്കെ തന്നിട്ടുണ്ട്, എവിടെയാണ്, ആരാണ് നയിക്കുന്നത്, ആരൊക്കെയാണ് ഗസ്റ്റ് എന്നുള്ളത്. അത് വെച്ചൊരു പോസ്റ്റർ ക്രിയേഷൻ ആണ് നമുക്ക് ചെയ്യേണ്ടത്. പോസ്റ്റർ എപ്പോഴും നമ്മൾ മനോഹരമാക്കാൻ ശ്രമിക്കുക. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു വരകളൊക്കെ ചേർത്തിട്ട്. അപ്പൊ ആദ്യം ഹെഡിങ് ഉണ്ടാവുക ബഡ്ഡിംഗ് റൈറ്റേഴ്സ് ശില്പശാല കുട്ടികളുടെ സർഗവാസനകളെ വളർത്താം. തീയതി ജനുവരി 28. സമയം ഒരു സമയം കൊടുക്കുക. വേദി സ്കൂൾ ഓഡിറ്റോറിയം. വിദ്യാർത്ഥികളുടെ സൃഷ്ടിപരമായ കഴിവുകൾ വളർത്തുന്നതിനായി വിദ്യാരംഗം കലാസാഹിത്യവേദി സംഘടിപ്പിക്കുന്ന ബഡ്ഡിംഗ് റൈറ്റേഴ്സ് ശില്പശാല. ഉദ്ഘാടനം പ്രശസ്ത സാഹിത്യകാരൻ ബെന്യാമിൻ. ശില്പശാല നയിക്കുന്നത് നന്ദിനി, കവിയത്രി. കഥാകൃത്ത്, ചിത്രകാരൻ, നോവലിസ്റ്റ്, ലേഖകൻ ആകാൻ ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും പങ്കെടുക്കുക. നിങ്ങളുടെ സൃഷ്ടിപരമായ യാത്രയ്ക്ക് തുടക്കമിടൂ. അപ്പൊ ചില വാചകങ്ങളൊക്കെ, ഇതുപോലെയുള്ള ചില വാചകങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഒരു പോസ്റ്റർ ഉണ്ടാക്കാൻ കേട്ടോ. എല്ലാ ഡീറ്റെയിൽസും ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കണം. ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മൊബൈൽ ഫോണിൽ നിന്നും കണ്ണെടുക്കാതെ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുന്ന അമ്മയെ കണ്ടില്ലേ? കിളി അയാളോട് സംസാരിക്കുന്നു എന്ന പാഠഭാഗത്തിലെ ആശയം പരിചയപ്പെട്ടല്ലോ. വർത്തമാനകാലത്തെ മൊബൈൽ ഫോൺ ഉപയോഗത്തിന്റെ വിവിധ വശങ്ങൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് കിളി അയാളോട് സംസാരിക്കുന്നു എന്നുള്ള ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടെന്ന് നോക്കാം. ആ ചാപ്റ്ററിൽ നിന്ന് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ആൻസർ തയ്യാറാക്കാം. പി.കെ. പാറക്കടവ് ചെറുകഥകളിലൂടെ ആഴമുള്ള ചിന്തകൾ അവതരിപ്പിക്കുന്ന എഴുത്തുകാരനാണ്. വലിയ കൃതികളിൽ പോലും ചിലപ്പോൾ നഷ്ടമാകുന്ന തത്വചിന്തകൾ അദ്ദേഹം ലളിതമായ കഥകളിലൂടെ ശക്തമായി പ്രകടിപ്പിക്കുന്നു. കുഞ്ഞുണ്ണി മാഷ് കവിതയിൽ കൈവരിച്ച ആ തത്വഗഹനമായിട്ടുള്ള കഥാരൂപത്തിൽ അവതരിപ്പിക്കുന്നത് പോലെയാണ് അദ്ദേഹത്തിന്റെ രചനാശൈലി. അപ്പോൾ കുഞ്ഞുണ്ണി മാഷ് നമുക്കറിയാം ഭയങ്കര തമാശയുള്ള കാര്യങ്ങളിലാണ്, എന്നാൽ ആൾക്കാർക്ക് പല കാര്യങ്ങളും പല സന്ദേശങ്ങളും തരുന്ന രീതിയിലാണ് ആളുടെ ഓരോ കവിതകൾ എന്ന് പറയുന്നത്. അതുപോലെയുള്ള ഒരു കഥാകൃത്താണ് അല്ലെങ്കിൽ കവിത എഴുതുന്ന കവിയാണ് പി.കെ. പാറക്കടവ് എന്നാണ് പറയുന്നത് കേട്ടോ. ചെറുകഥകളും കവിതകളൊക്കെ എഴുതിയിട്ടുണ്ട്. കിളി അയാളോട് സംസാരിക്കുന്നു എന്ന കഥ ആധുനിക മനുഷ്യന്റെ ഏകാന്തതയും ആശയവിനിമയത്തിലെ കുറവും സൂക്ഷ്മമായി അവതരിപ്പിക്കുന്നു. സാങ്കേതിക ഉപകരണങ്ങൾ നിറഞ്ഞ ജീവിതത്തിനിടയിലും യഥാർത്ഥ ബന്ധങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥയാണ് കഥയുടെ കേന്ദ്രം. വീട്ടിലെല്ലാവരും ഉണ്ടെങ്കിലും പരസ്പര ബന്ധമില്ലാത്ത അവസ്ഥയാണ് കാണുന്നത്. ഭാര്യ ടെലിവിഷനിൽ മുഴുകുമ്പോൾ മകൻ കമ്പ്യൂട്ടറിൽ തന്റെ ലോകത്തിൽ കഴിയുന്നു. മകൾ മൊബൈൽ ഫോണിൽ തന്റെ സുഹൃത്തുക്കളുമായി സംസാരിക്കുന്നു. എന്നാൽ ഈ സാങ്കേതിക ഇടപെടലുകൾക്കിടയിൽ മനുഷ്യബന്ധങ്ങൾക്ക് ഇടം കുറയുന്നു. ഈ സാഹചര്യത്തിൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് കടക്കുന്ന ആ വ്യക്തി പ്രകൃതിയിലേക്ക് തിരിയുന്നു. ആകാശത്തിലൂടെ പറക്കുന്ന ഒരു കിളിയെ കാണുന്ന നിമിഷം അവൻ തന്റെ ഏകാന്തതയെ മറികടക്കുന്നു. ആ അനുഭവം അവനെ വീണ്ടും ബന്ധങ്ങളുടെ അർത്ഥം തിരിച്ചറിയാൻ പ്രേരിപ്പിക്കുന്നു. സാങ്കേതിക വിദ്യയെ പൂർണ്ണമായി നിരസിക്കുന്ന ഒരാളല്ല അദ്ദേഹം. പക്ഷേ അതിന്റെ അതിരുകടന്ന ഉപയോഗം മനുഷ്യരെ തമ്മിൽ അകറ്റാൻ ഇടയാകുമെന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. അതങ്ങനെയാണല്ലോ. ഇപ്പൊ നമ്മുടെ കയ്യിലൊക്കെ ഫോൺ യൂസ് ചെയ്യുമ്പോൾ വീട്ടിലുള്ള അമ്മൂമ്മ, അച്ചാച്ചൻ, അമ്മ, അച്ഛൻ ഇവരൊക്കെ മറക്കാണ്. അവരോട് പോയിരുന്ന് സംസാരിക്കണം, സ്കൂളിലെ കാര്യങ്ങളൊക്കെ പങ്കുവെക്കണം, ഇതൊക്കെ നമ്മൾ മറക്കും. എന്നാൽ പണ്ട് ഇങ്ങനെ ആയിരുന്നില്ല. അപ്പോ ഇദ്ദേഹം പറയുന്നത് ഇപ്പൊ വന്നിരിക്കുന്ന പല വിദ്യയെയും എന്ന് പറഞ്ഞാൽ മൊബൈൽ ആയാലും കമ്പ്യൂട്ടർ ആയാലും എല്ലാത്തിനെയും
നിരസിക്കല്ല ചെയ്യുന്നത്. ഉപയോഗമുണ്ട്, എന്നാലും അമിതമായി കഴിഞ്ഞാൽ ബന്ധങ്ങൾ തമ്മിലുള്ള അടുപ്പം അവിടെ കുറയുന്ന പറയുന്നത്. ഈ കഥ നമ്മോട് പറയുന്നത് യന്ത്രങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്ന ജീവിതത്തിനിടയിലും മനുഷ്യബന്ധങ്ങളും പ്രകൃതിയുമായുള്ള ബന്ധവും സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നതാണ്. ഇന്നത്തെ ജീവിതത്തിൽ ടി.വി, കമ്പ്യൂട്ടർ, മൊബൈൽ ഫോൺ എന്നിവ ഒഴിവാക്കാനാവാത്ത ഘടകങ്ങളാണ്. എന്നാൽ അവയെ വിവേകത്തോടെ ഉപയോഗിച്ചില്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളെയും സാമൂഹിക ബന്ധങ്ങളെയും അത് ബാധിക്കുമെന്ന് ഈ കഥ സൂചന നൽകുന്നു. ഇവിടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ഈ വർഷത്തെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. കാഴ്ചകൾ എന്ന് പറഞ്ഞിട്ട് കുറച്ച് വരികൾ തന്നിട്ടുണ്ട്. ദിനാന്തര സഞ്ചാരങ്ങൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ടല്ലോ. ആ ഒരു ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു കവിത തന്നിരിക്കുന്നത്. അത് വായിച്ച ആൾക്കാർക്ക് അതും റിലേറ്റ് ചെയ്ത് എഴുതാൻ പറ്റും ട്ടോ. അവർ കാണുന്ന കാഴ്ചകളെ പറ്റിയിട്ടൊക്കെയാണ് പറയുന്നത്. തിരക്കുള്ള റോഡിനരികിൽ പുതിയ വീട്, വാതിലുകൾ, പുത്തൻ പൂക്കളം പോലെയുള്ള ചുമരുകളിൽ പല വർണ്ണങ്ങൾ, അതിനുമപ്പുറം മണ്ണിൽ നെൽച്ചെടികളുടെ തേങ്ങൽ, തിരിച്ചു വരാത്ത മീനുകളെ ഓർത്ത് പൊന്മാന്റെ നിരാശ, വിരിയാതെ കൂമ്പിപ്പോയ താമരയുടെ ഗദ്ഗതം, അതിനുമപ്പുറത്ത് ഇങ്ങനെ ഒരുപാട് തേങ്ങലുകൾ ഉണ്ടെന്ന് ഓർക്കണം. ഗായത്രി മൽഹാർ. അപ്പോൾ ഇതിന്റെയൊക്കെ ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ ചാപ്റ്റർ അറിയുന്ന ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും ഇതിൽ എന്ത് എഴുതണം എന്നുള്ളത്. അപ്പൊ നമുക്ക് ഈ കവിത തന്നെ വരണം എന്നില്ല, വേറെ ഏതെങ്കിലും കവിത വരാം. പക്ഷേ ആശയം ഏത് എഴുതണം എന്ന് ആ ചാപ്റ്ററിലുള്ള കാര്യങ്ങൾ അറിഞ്ഞാലാണ് നിങ്ങൾക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ചാപ്റ്ററിൽ എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. മഹാകവി വെള്ളത്തോളിന്റെ ഒരു ദിനാന്ത സഞ്ചാരം എന്ന കവിത പ്രകൃതി സൗന്ദര്യത്തെ അതീവ മനോഹരമായി അവതരിപ്പിക്കുന്ന കൃതിയാണ്. വൈകുന്നേരത്തിന്റെ ശാന്തതയിൽ സഹ്യപർവ്വതത്തിന്റെ ദൃശ്യഭംഗിയെ കവി ഭാവനാപൂർവം വരച്ചു കാട്ടുന്നു. അസ്തമയ സൂര്യന്റെ സ്വർണ്ണകിരണങ്ങൾ മലനിരകളിൽ പതിയുമ്പോൾ അവയ്ക്ക് ലഭിക്കുന്ന പ്രത്യേക ഭംഗി കവിയുടെ കാഴ്ചയിൽ ജീവിക്കുന്ന ചിത്രമായി മാറുന്നു. ദൂരത്തിൽ നിന്ന് നോക്കുമ്പോൾ കുന്ന് മങ്ങിയ പുക പോലെ തോന്നുന്നു. എന്നാൽ അടുത്തു ചെന്നാൽ മരങ്ങളും വള്ളികളും തളിരുകളും വ്യക്തമായി വേർതിരിഞ്ഞു നിൽക്കുന്നതാണ് കാണാം. പച്ചപ്പിനിടയിൽ തെളിഞ്ഞു നിൽക്കുന്ന ചുവന്ന മണ്ണ് പ്രകൃതിയുടെ വർണ്ണവൈവിധ്യത്തെ കൂടുതൽ ആകർഷകമാക്കുന്നു. സൂര്യപ്രകാശം ഇലകളിലും പുല്ലുകളിലും പതിയുമ്പോൾ രൂപപ്പെടുന്ന നിറമാറ്റങ്ങൾ കുന്നിന് പുതുമയാർന്ന ഭംഗി നൽകുന്നു. മേഘങ്ങളാൽ ഭാഗികമായി മറഞ്ഞും തുറന്നു നിൽക്കുന്ന മലനിരകൾ കടലിന്റെ തിരകളെ പോലെ അനുഭവപ്പെടുന്നു. ദൂരക്കാഴ്ചയും സമീപകാഴ്ചയും ഒരേപോലെ മനോഹരമായി ചിത്രീകരിക്കുന്നതിൽ കവിയുടെ കഴിവ് വ്യക്തമാണ്. പ്രകൃതിയെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് കാവ്യാത്മകമായി അവതരിപ്പിക്കുന്ന വള്ളത്തോളിന്റെ മികവ് ഈ കവിതയിൽ തെളിഞ്ഞു നിൽക്കുന്നു. ദിനാന്ത സമയത്തെ ഒരു ദൃശ്യയാത്രയായി അനുഭവിപ്പിക്കുന്ന ഈ കാഴ്ച വായനക്കാരിൽ സൗന്ദര്യാനുഭൂതി സൃഷ്ടിക്കുന്നു. അപ്പൊ ഈ ചാപ്റ്ററിലും പറയുന്നത് ഒരുപാട് കാഴ്ചകളെ പറ്റിയിട്ടാണ്. നമുക്ക് തന്നിരിക്കുന്ന ആ ക്വസ്റ്റ്യനും കുറച്ച് കാഴ്ചകളെ പറ്റിയിട്ടാണ്. ഇത് പ്രകൃതിയുടെ കാഴ്ചകളെ പറ്റിയിട്ടാണ് പറയുന്നത്. എന്നാൽ ഈ കാഴ്ചകളൊക്കെ മങ്ങി തുടങ്ങുന്ന കാര്യങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉള്ളത് കേട്ടോ. അപ്പൊ ഈ കാഴ്ചകൾ എന്താന്ന് അറിഞ്ഞാലാണ് ഇതൊന്നും ഇപ്പോ ഇല്ല, ഇതൊക്കെ മങ്ങി തുടങ്ങാണ്. മേഘങ്ങളാൽ ഭാഗികമായി മറഞ്ഞും തുറന്നും നിൽക്കുന്ന മലനിരകൾ കടലിന്റെ തിരകളെ പോലെ അനുഭവപ്പെടുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇപ്പൊ പല മലകളും എന്ത് ചെയ്യാണ്, മനുഷ്യന്മാര് അവരുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ഇടിച്ചു വീഴ്ത്തുന്നുണ്ട്. മലകൾ അധികം കാണാനില്ല. അതുപോലെ ഇലകളും പുല്ലുകളും ചെടികളുള്ള കാടുകൾ അധികം കാണാനില്ല. അതൊക്കെ അവിടെ വെട്ടിയൊഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുഴകൾ കാണാനില്ല. അപ്പോൾ അത് ഇന്നത്തെ തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു കവിതയാണ് അവിടെ തന്നിരിക്കുന്നത്. ഈ ഒരു കവിത വായിച്ചാൽ എന്തൊക്കെ നിങ്ങൾക്ക് ഇല്ല, ഇപ്പൊ എന്തൊക്കെ നഷ്ടപ്പെട്ടു എന്ന് എഴുതാൻ പറ്റുള്ളൂ. പിന്നെ ഈ ചാപ്റ്റർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാം കേട്ടോ. അപ്പൊ ഇതോട് കൂടിയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ സെക്ഷൻ ഇവിടെ കംപ്ലീറ്റ് ചെയ്യാണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ മാത്രമല്ല, ആ ചാപ്റ്ററിൽ നിന്ന് വരാവുന്ന രീതിയിലാണ് ആൻസേഴ്സ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. നിങ്ങളുടെ എല്ലാ സബ്ജക്റ്റും ഇതുപോലെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. Okay, thank you.